ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ റൂമാണിത്. ഇത് നമ്മുടെ മുകളിലൊരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പാണ്. മേലെയും ഒരു ഡബിൾ ബെഡ്, ക്വീൻ സൈസ്, കിങ് സൈസ് ബെഡ്, താഴെയും അങ്ങനെ ഒരു ബെഡ്. സോ നമ്മളിന്ന് നമ്മുടെ യാത്രയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിലെത്തി. ഇന്നലെ രാത്രി ഇനി നമ്മൾ ഗുജറാത്തിലെ കുറച്ച് കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകാൻ പോണത്. സോ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോകാം. സോ നർമ്മദ നദിക്കരയിലാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഉള്ളത്. സത്തുബെറ്റ് ഐലൻഡ് എന്ന് പറയുന്നൊരു ദ്വീപിലാണ്. സോ അതിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ഇത്. സോ നമ്മൾ അതിൽ കൂടെ പോവാണ്. നമുക്ക് സ്റ്റാച്യു ഈ മലകളുടെ ഇടയിൽ കൂടെ കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. വളരെ ചെറിയ ഒരു സ്റ്റാച്യു ആയിട്ടാണ് ഇവിടെ നിന്ന് തോന്നുന്നത്, വളരെ ദൂരെ ആയതുകൊണ്ടാണ്. ആക്ച്വലി ഈ സ്റ്റാച്യു 182 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്, അതായത് 597 അടി, 597 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിനേക്കാളും ഡബിൾ ദ ഹൈറ്റ് ഉണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന. പിന്നെ ഇവിടെ നമുക്ക് കുറേ ടവർ ലൈൻസൊക്കെ കാണാൻ പറ്റും. ഭയങ്കര താഴ്ന്ന ടവർ ലൈൻസൊക്കെ ഉള്ള ഈ റൂട്ടിൽ കൂടെ നമ്മൾ കുറച്ച് പ്രൈവറ്റ് വെഹിക്കിൾസ് മാത്രം പോകുന്ന റൂട്ടാണ്. ഇവിടെ പിന്നെ ഇതാ കാണുന്ന ബസ്സിലാണ് എല്ലാവരും അങ്ങോട്ട് പോവുക. അതിൽ ഫ്രീ സർവീസാണ്. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ആ ബസ്സിലാണ് നമ്മളെ ഈ സ്റ്റാച്യുവിൻ്റെ താഴേക്ക് കൊണ്ടുപോകണത്. ആ സ്റ്റാച്യുവിലെന്ന് പറയുമ്പോൾ സ്റ്റാച്യുവിൻ്റെ താഴെ മ്യൂസിയം, ഓഡിയോ വിഷ്വൽ ഗാലറി, അതായത് ലൈഫ് ഓഫ് പട്ടേൽ, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ പറയണ പോലെ, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമുക്ക് ഇ പാസസും എടുക്കാൻ പറ്റും, നമുക്ക് ഡയറക്റ്റായിട്ടും ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ കുട്ടികൾക്ക് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്, അവരെ എൻ്റർടൈൻ ചെയ്ത് വെക്കാൻ. നമ്മൾ വന്നപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇ പാസ്സൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്തോ ടിക്കറ്റ് എടുക്കുന്നവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സോ ഇവിടെയും കുറേ കാര്യങ്ങൾ, ഇവിടെയുള്ള എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി എല്ലാവരും. സോ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. രാവിലെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ ഈ മലകളുടെ ഇടയിൽ ഈ സ്റ്റാച്യു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാറിൽ നമ്മൾ വരുമ്പോൾ തന്നെ. ഇപ്പോൾ ബസ്സിൽ നിന്നും അതിൻ്റെ വ്യൂ നല്ല ഭംഗി. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി. ഈ റിവറിൻ്റെ ആ സൈഡിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ സോ എൻട്രിൻ്റെ അവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വലിയൊരു ഗാർഡനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 143-ാം ജന്മദിനത്തിലാണ് 2018 ഒക്ടോബർ 31 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്റ്റാച്യു ഉദ്ഘാടനം ചെയ്യുന്ന. സോ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ താഴെ മ്യൂസിയവും ഓഡിയോ വിഷ്വൽ ഗാലറിയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ചുറ്റും ഗാർഡനും എല്ലാം ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ടൂറിസ്റ്റ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, തിരക്കുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് അത് അറിയുന്നില്ല. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഈ നടുക്ക് കൂടെ നടക്കാം. രണ്ട് സൈഡും ഈ വെയിൽ കൊള്ളാതെ ഈ എസ്കലേറ്റർ പോലെ, സ്റ്റാൻഡിങ് എസ്കലേറ്റർ പോലത്തെ ഒരു സംഭവമുണ്ട് ഇതുപോലെ. അങ്ങനെയാണ് നമ്മൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ പോവാം. നമ്മൾ ഈ കണക്റ്റിംഗ് ബ്രിഡ്ജ് നമ്മൾ കാറിൽ വരുമ്പം സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആ ബ്രിഡ്ജിൽ കൂടെ വരുമ്പോഴായിരുന്നു കണ്ടത്. ഇതാണ് ആ കണക്റ്റിംഗ് ബ്രിഡ്ജ്, നമ്മൾ വന്ന ബ്രിഡ്ജ്. സോ നമ്മൾ ഈ ഗാലറിയുടെ ഉള്ളിലെത്തി, മ്യൂസിയത്തിൻ്റെ ഉള്ളിലെത്തി. സോ ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കുറേ ഡീറ്റെയിൽസ്, അവരുടെ
പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വളരെ ഹൈജീനിക്കായിട്ട് ക്ലീനായിട്ട് വാഷ്റൂംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലോറിംഗ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേറെ ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോലെയോ അല്ലാതെ അപ്പോൾ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും ഭയങ്കര നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര വലിയൊരു മ്യൂസിയം തന്നെയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. അതായത് ഈ നർമ്മദ സരോവർ ഈ ഡാമിൻ്റെ ഒറിജിനും എപ്പോഴാണ് ബിൽഡ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഇവിടെ ഒരു തിയേറ്റർ സെറ്റപ്പായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഓരോ സമയത്തുള്ള സോ നമ്മളുള്ളിലെ മ്യൂസിയം കണ്ടിട്ട് മുകളിൽ സ്റ്റാച്ചു ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് സ്റ്റാച്ചുവിൻ്റെ നമ്മുടെ ഈ ചെരുപ്പും കാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഒരു എസ്കലേറ്റർ വഴി നമ്മൾ മുകളിലേക്ക് പോയി അത് കഴിഞ്ഞാൽ സ്റ്റാച്ചു നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. യെസ്, നമുക്ക് ഒരു എസ്കലേറ്ററും കൂടി കയറാനുണ്ടായിരുന്നു. അതാണ് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടത്. അപ്പം നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തോട്ട് വന്നു. സോ അപ്പോൾ തിരിച്ചും ബസ്സിൽ തന്നെയാണ് നമ്മളിങ്ങോട്ട് വരിക. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തോട്ടെത്തി. അങ്ങനെ നമ്മൾ ഉദയ്പൂർ, രാജസ്ഥാൻ ഉദയ്പൂരിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മളിന്ന് നമ്മളുടെ ട്രിപ്പിലെ ആദ്യം നമ്മൾ കർണാടക കയറി, അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര, പിന്നെ ഇപ്പോൾ ഗുജറാത്ത്, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ രാജസ്ഥാൻ കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ 4th സ്റ്റേറ്റ്, ആക്ച്വലി തമിഴ്നാടും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 5th സ്റ്റേറ്റിലേക്കാണ് നമ്മളിനി കയറാൻ പോകുന്നത്. സോ ഉദയ്പൂരാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇത് നമ്മുടെ 4th ഡേ ആണ് അപ്പോൾ ട്രിപ്പിൽ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം തന്നെ രാജസ്ഥാൻ റീച്ച് ആവും. സോ നമ്മൾ ട്രിപ്പിൻ്റെ 4th ഡേയിൽ തന്നെ രാജസ്ഥാൻ റീച്ച് ആവുകയാണ്. സോ കേരള ടു ആഗ്ര ട്രിപ്പിൽ കേരളത്തിൽ നിന്നും രാജസ്ഥാനിലേക്ക് നമ്മൾ 4 ഡേയ്സിൽ റീച്ചായി. ഇവിടെ ഈ ഡിവൈഡറിലുള്ള ഈ ചെടികളൊക്കെ കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഷേപ്പിൽ. ഇങ്ങനെ നടുവിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വൈറ്റ് ഫ്ലവറുള്ള ഒരു ട്രീയും അങ്ങനെയൊക്കെ. രാജസ്ഥാനിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ
ഹോട്ടൽസ് പോലും ഇങ്ങനെ പാലസ് പോലെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. സോ ഒരെണ്ണത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അത് ഞാൻ ആഡ് ചെയ്യാം.